ഞാൻ അസ്കറിന്റെ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, കേന്ദ്ര സർക്കാർ ഫണ്ട് ചെയ്തിട്ടുള്ള, ഒന്നുകിൽ പൂർണ്ണമായി അല്ലെങ്കിൽ ഭാഗികമായി കേന്ദ്ര സർക്കാർ ഫണ്ട് ചെയ്യാത്ത ഏതൊരു മെഗാ പ്രൊജക്റ്റാണ് നിങ്ങൾ കഴിഞ്ഞ 7 വർഷക്കാലത്തിനുള്ളിൽ കേരളം നടപ്പാക്കിയിട്ടുള്ളത്? ഒരു പ്രൊജക്ടിന്റെ പേര് പറയും. 7 വർഷക്കാലത്തിൽ ഒരു 500 കോടി രൂപ മിനിമം ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഏത് പ്രൊജക്റ്റാണ് നിങ്ങൾ നടപ്പാക്കിയിട്ടുള്ളത്? ഒന്നുപോലുമില്ല. ഇപ്പൊ ആകപ്പാടെ മേനി നടിക്കുന്നത് കേന്ദ്രം 60,000 കോടി ചെലവാക്കി നിർമ്മിക്കുന്ന ദേശീയപാത 66ന്റെ വികസനം മാത്രമാണ്. മരുമോനും മുഖ്യമന്ത്രിയും ചേർന്ന് ഫോട്ടോ എടുത്തിട്ട് ഇവിടെ മേനി നടിക്കുന്നത്. നിങ്ങൾക്ക് അതിൽ എന്ത് റോളാ ഉള്ളത്? 25% ഭൂമി ഏറ്റെടുക്കാൻ കൊടുത്തു എന്ന് കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 25% ഭൂമി ഏറ്റെടുക്കാൻ കൊടുക്കേണ്ടി വന്നതിന്റെ പശ്ചാത്തലം എങ്ങനെയാണ്? ഇവിടെ കേരളത്തിലെ നിർമ്മാണ ചെലവ് മാത്രം 100 കോടി രൂപയിലധികം കിലോമീറ്ററിൽ വന്നപ്പോൾ അപ്പുറത്തെ സംസ്ഥാനങ്ങളിൽ 15 കോടി രൂപ മാത്രം നിർമ്മാണ ചെലവുള്ള സമയത്ത് കേരളം കഴിഞ്ഞ 20 വർഷക്കാലമായി ദേശീയപാത വികസനത്തോട് മുഖം തിരിഞ്ഞു നിന്നതുകൊണ്ട് നിങ്ങളടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇവിടെ കൺസെൻസസ് കൊണ്ടുവരാൻ സാധിക്കാതെ 45 മീറ്ററിൽ നാഷണൽ ഹൈവേ നഹി ചലേഗ എന്ന് മുദ്രാവാക്യം വിളിച്ചതിന്റെ ഭാഗമായിട്ട് ഇവിടെ ദേശീയപാത വികസനം മുടങ്ങിപ്പോയതിന്റെ ഭാഗമായിട്ട് ഇവിടെ കിലോമീറ്ററിന്റെ നിർമ്മാണ ചെലവ് 100 കോടി ആയപ്പോൾ ഗത്യന്തരമില്ലാതെ ഞങ്ങൾ 25% ലാൻഡ് അക്വിസിഷന്റെ പ്രൈസ് എടുത്തോളാമെന്ന് അവിടെ പോയി സമ്മതിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ 5000 കോടി രൂപയുടെ കണക്ക് പറയുന്നത്. അത് കഴിഞ്ഞ് പിണറായി വിജയൻ ഇവിടുന്ന് കത്തയച്ചല്ലോ നിതിൻ ഗഡ്കരിക്ക്. ഞങ്ങൾ ഏറ്റെങ്കിലും ദേശീയപാത വികസനം ഇനി ഫർദർ മുന്നോട്ട് പോകണമെങ്കിൽ ഞങ്ങൾക്ക് ആ പണം തരാൻ നിർവാഹമില്ല. ഇപ്പൊ കോഴിക്കോട് നിന്ന് പാലക്കാട്ടേക്ക് ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നുണ്ടല്ലോ, 8000 കോടി ചെലവിൽ നയാ പൈസ നിങ്ങളുടെ ഇതുണ്ടോ? ലാൻഡ് അക്വിസിഷന്റെ പൈസ പോലും നിങ്ങളുടെ ഇതില്ലല്ലോ. 2 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം നടക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ദേശീയപാത വികസനം, വന്ദേ ഭാരതിന്റെ ട്രെയിനുകൾ, ഒരു മിനിറ്റ് ഉമേഷേ, തടസ്സപ്പെടുത്തരുത്. ഒരു കാര്യം പറയട്ടെ, ദേശീയപാത വികസനം, വന്ദേ ഭാരത് ട്രെയിനുകൾ, IIT, അതുപോലെ തന്നെ നമ്മുടെ കൊച്ചി മെട്രോയുടെ എക്സ്പാൻഷൻ, വിഴിഞ്ഞം പോർട്ട്, ട്രിവാൻഡ്രം എയർപോർട്ട്, ഇതുപോലെയുള്ള പ്രൊജക്ടുകൾ അല്ലാതെ സെന്റർ പൂർണ്ണമായോ ഭാഗികമായോ സപ്പോർട്ട് ചെയ്യാത്ത പ്രൊജക്ടുകളല്ലാത്തത് ഏതാണ് നടന്നിട്ടുള്ളത്? ഇനി കേരളത്തിലെ എയിംസും വരും, സംശയമൊന്നും വേണ്ട. കാരണം അത് സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസിയാണ് കൂടുതൽ IIT-കളും എയിംസും അനുവദിക്കുക എന്നുള്ളത്. അതല്ലാതെ നിങ്ങൾ ഇവിടെ എന്താ തുടങ്ങിയിട്ടുള്ളത്? ഒരു 500 പേർക്ക് തൊഴിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു സംരംഭം കേരളത്തിന്റെ തനത് വിഭവ സമാഹരണത്തിലൂടെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? 500 പേരിൽ കൂടുതൽ പേർക്ക് ജോലി കിട്ടുന്ന ഒരു സംരംഭം? ഉള്ള സംരംഭങ്ങളെ നിങ്ങൾ തെലങ്കാനയിലേക്ക് ഓടിച്ചു. ഉള്ള സംരംഭങ്ങളെ നിങ്ങൾ സ്വകാര്യ മേഖലയിലോ സർക്കാർ മേഖലയിലോ പൊതുമേഖലയിലോ ഒരു സംരംഭം പോലും, ഒരു മെഗാ പ്രൊജക്ട് പോലും നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയില്ല. തൊട്ടപ്പുറത്തെ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പോയി നോക്കുക, അവിടെ ആപ്പിളിന്റെ ഫാക്ടറി തുടങ്ങിയിരിക്കുകയാണ്. തമിഴ്നാട്ടിലും തെലങ്കാനയും കർണാടകയും ഒക്കെ നമ്മളെക്കാൾ ഏറെ മുന്നേറിയുന്നു. നമുക്ക് ഓർമ്മയില്ലേ ഉമേഷേ, ഒരു 10-25 വർഷക്കാലം മുമ്പ് മലയാളികളൊക്കെ ആരെയെ ആക്ഷേപിച്ചിരുന്നത്? തമിഴിന് വൃത്തിയില്ല, അണ്ണാച്ചിയാണ്, തെലുങ്കിന് വൃത്തിയില്ല, തെലുങ്കന്മാർക്ക് വൃത്തിയില്ല, കന്നഡക്കാർക്ക് വൃത്തിയില്ല, ഞങ്ങൾ എന്തോ വലിയ ആളുകൾ. മലയാളികൾക്ക് പൊതുവുള്ള സ്വഭാവമാണല്ലോ. നമ്മളൊക്കെ അതിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. അതിന് എല്ലാവരെയും സ്വയം വിമർശന വിധേയമായിട്ട് പറയാണ്. നമ്മളൊന്നൊക്കെ ആക്ഷേപിച്ചിരുന്ന തെലുങ്കന്മാരും തമിഴന്മാരും കന്നഡികരും ഒക്കെ ഇന്ന് നമ്മളെക്കാൾ വികസന നേട്ടത്തിൽ ഏറെ മുന്നേറി കഴിഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആരെ ആക്ഷേപിക്കുന്നത്? ഇപ്പൊ നമ്മൾ തെലുങ്കിനെയും തമിഴിനെ ആക്ഷേപിക്കുന്നില്ല, ഇപ്പൊ നമ്മൾ UP-ക്കാരെയാണ് ആക്ഷേപിക്കുന്നത്. ഒരു സംശയവും വേണ്ട, അടുത്ത 3-4 വർഷത്തിനുള്ളിൽ എല്ലാ പാരാമീറ്ററിലും ഇപ്പോൾ തന്നെ വികസനത്തിൽ UP-യാണ് മുന്നിലുള്ളത്. ഇനി എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും UP അടക്കമുള്ള നിലവിൽ രോഗാതുര സംസ്ഥാനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നമ്മളെക്കാൾ ഏറെ മുന്നേറുന്ന സമയത്തും നമ്മൾ ഇവിടെ ഇരുന്ന് ഇനി വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങൾ നമ്മളെക്കാൾ പുറകിലുണ്ടോ എന്ന കണക്കെടുത്തുകൊണ്ടിരിക്കും. അതാ സംഭവിക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള എന്താ പറയാ തറവാടിത്ത പ്രഘോഷണത്തിനപ്പുറം കാൽക്കാശിന്റെ ഉപകാരമില്ലാത്തൊരു സർക്കാരാണ് ഇപ്പൊ കേരളം ഭരിക്കുന്നത്. നമ്പർ 1 കേരളം എന്ന് പറയുന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, മുഖ്യമന്ത്രി ചികിത്സിക്കാൻ അമേരിക്കയൊക്കെ പോയിക്കോട്ടെ, ഞങ്ങൾക്ക് സംശയമില്ല. പക്ഷേ അനാവശ്യമായിട്ട് വൈകുന്നേരം 6 മണിക്ക് ഇരുന്ന് പത്രസമ്മേളനം വിളിച്ച് ഞങ്ങളോട് തള്ളരുത്, പൊതുസമൂഹത്തോട് തള്ളരുത്. നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്ത് വെക്കണം, നിങ്ങൾ ഫാൻ ഓഫ് ചെയ്ത് വെക്കണം, അതല്ലെങ്കിൽ ദിവസേന കുളിക്കണം, കാല് കഴുകണം, അങ്ങനെയുള്ള ഉപദേശങ്ങൾ തള്ളരുത്. നിങ്ങളുടെ ആശുപത്രികളിൽ മരുന്നില്ല, കേരളത്തിലെ ഒരു സർക്കാർ ആശുപത്രിയിലും ആവശ്യത്തിന് മരുന്നില്ല, ശസ്ത്രക്രിയ നടത്താനുള്ള സംവിധാനങ്ങളില്ല, എല്ലാം പുറമേക്ക് എഴുതിക്കൊണ്ടിരിക്കുക. സാധാരണക്കാരനായ മനുഷ്യൻ ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ പുറത്തോട്ട് തിരിച്ച് ഏത് രൂപത്തിൽ വരുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കുടുംബവും, മുഖ്യമന്ത്രി മാത്രമല്ല മുഖ്യമന്ത്രിയുടെ കുടുംബവും ചികിത്സയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ഖജനാവും ചെലവാക്കി അമേരിക്കയ്ക്ക് പോകുന്നതിന്റെ ഇങ്ങനെ വലിയ മേനി നടിച്ചുകൊണ്ടിരിക്കാനുള്ള CPM-ന്റെ ആളുകൾ. നിങ്ങളോട് ഞാൻ ഉളുപ്പുണ്ടോ ഒന്നും ചോദിക്കുന്നില്ല, പക്ഷെ മിനിമം ഉളുപ്പുള്ളവർ കുളിച്ച കുളത്തിലിറങ്ങി ഒന്ന് മുങ്ങുകയെങ്കിലും വേണമെന്നാണ് CPM-ന്റെ ആളുകളോട് എനിക്ക് പറയാനുള്ളത്. ഈ ന്യായീകരണ തൊഴിലാളികളോട് പറയാനുള്ളത്. അസ്കർ എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്, അദ്ദേഹത്തോട് ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷേ അനാവശ്യമായിട്ട് ഈ സർക്കാരിനെ ന്യായീകരിക്കാൻ വരരുത്. ഈ നാടിന് ആരോപണങ്ങളൊന്നും CPM-ന്റെ അണികൾ അറിയുന്നില്ല ശ്രീ സന്ദീപ്. അവരൊക്കെ ക്യാപ്സൂളുകൾ വിഴുങ്ങിയിരിക്കണം, അവരൊന്നും അറിയുന്നില്ല ശ്രീ.